അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് 3 ബിസിനസ് ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ വെറും 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. അപ്പം സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് വിഡ്രോവൽ ചെയ്യാം എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഹിയർ ഇൻ ഗ്ലോബ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുക പാർട്ട് ടൈം ജോബുകൾക്കാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് നമ്മൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് മാത്രം വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ആദ്യമേ കാണുന്ന തന്നെ എന്താണ്, അപ്ലൈ നൗ ലോഗിൻ. നമുക്ക് ജോബിന് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നൊരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർ പറയുന്നുണ്ട് ജോയിൻ ഇൻ ടൈപ്പിംഗ് പ്രോജക്റ്റ് ടു ഏൺ ഇൻ യുവർ പാർട്ട് ടൈം വർക്ക് ഫ്രം ഹോം പ്രോജക്റ്റ് ആസ് വർക്ക് ആസ് ആർ പ്യുവർ പാർട്ട് ടൈം വി ആർ നോട്ട് ഗിവൻ എനി ടൈം ലിമിറ്റ് ടു കംപ്ലീറ്റ് എനി വർക്ക്. അപ്പോൾ അവർ പറയുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ പ്രത്യേക ടൈമോ കാര്യങ്ങളോ പറയുന്നില്ല. എപ്പോൾ വേണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള പ്രോജക്റ്റ് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ടൈപ്പിംഗ് ജോബാണ് ഇവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് നോക്കാം. അവരുടെ വർക്കിങ് കാര്യങ്ങളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ വർക്ക്, എന്തൊക്കെ വർക്കാണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. അവിടുത്തെ ഹൗ ടു വർക്ക് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമ്മൾ ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാ വെബ്സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ ആദ്യമേ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മെയിലിലേക്ക് വർക്ക് വരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ മെയിലിലേക്ക് വർക്ക് വന്നാൽ മെയിലിൽ നിന്ന് നമുക്ക് വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുത്താൽ ആ ഒരു PDF ഫയലിനകത്ത് നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണും. അത് വായിച്ച് നോക്കിയിട്ട് അതേ രീതിയിൽ ഒരു മാറ്റവും വരാതെ അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈപ്പിംഗ് വർക്കാണ്. ഞാൻ പറഞ്ഞു ഈ ഒരു സൈറ്റിൽ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ടൈപ്പിംഗ് ജോബുകൾക്കാണ്. അപ്പം ടൈപ്പിംഗ് ജോബ് ചുമ്മാ ടൈപ്പ് ചെയ്താൽ പോരാ, അവർ പറഞ്ഞ രീതിയിൽ വേണം ടൈപ്പ് ചെയ്യാനുണ്ട്. അതിന് അവർ കുറേ ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. നോ ടൈം ലിമിറ്റ് ടു കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സന്തോഷമുള്ളൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ടൈം ലിമിറ്റ് ഒന്നുമില്ല വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ടൈപ്പ് ഓൾ പേജസ് ഇൻ സെപ്പറേറ്റ് നോട്ട് പാഡ് ഫയൽ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫയൽ ടൈപ്പ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട് പാഡിലായിരിക്കണം എന്ത് ചെയ്യാനായിട്ട്, ടൈപ്പ് ചെയ്യാനായിട്ട്. നെയിം ഓഫ് നോട്ട് പാഡ് ഫയൽ ഷുഡ് ബി മാച്ച് വിത്ത് ഇമേജസ് ഫയൽ എന്ന് വെച്ചാൽ അവർ കുറച്ച് ഇമേജസ് ഫയലിനകത്താക്കി തരും. ആ ഒരു ഇമേജസിൻ്റെ പേര് വേണം നമ്മൾ ഓരോ നോട്ട് പാഡിനും കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ 20 പേജുള്ള വർക്കാണ് അവർ തരുന്നതെങ്കിൽ നമ്മൾ 20 നോട്ട് പാഡായിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ആ 20 നോട്ട് പാഡിലും 20 ഇമേജസിൻ്റെ പേര് അവർ കൊടുത്തിട്ടുണ്ടാവും. അതിന് ഓരോ നോട്ട് പാഡിലും ഓരോ ഇമേജസിൻ്റെ പേര് നൽകി സേവ് ചെയ്യണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 4ാമത്തത് നമ്മൾ സേവ് ചെയ്യുന്ന ഫോർമാറ്റിന് 12 സൈസ് വരത്തക്ക റോമൻ സൈസ് 12 വരത്തക്ക രീതിയിലുള്ള ഫ്രണ്ട് സൈസ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം അവർ പറയുന്നുണ്ട്. അപ്പം ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറാൻ പാടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഫയലൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 20 നോട്ട് പാഡ്, അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ 20 പേജ് അവർ തരുന്നെങ്കിൽ 20 നോട്ട് പാഡാക്കി നമ്മൾ മാറ്റി. അപ്പോൾ നമ്മളത് എല്ലാം കൂടി സെപ്പറേറ്റ് ആയിട്ട് അയക്കാതെ എല്ലാം കൂടി ഒരു സിപ്പ് ഫയൽ ഫോർമാറ്റിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ 20 പേജ് ഉണ്ടല്ലോ, ആ 20 നോട്ട് പാഡ് ഉണ്ടല്ലോ, അതെങ്ങനെ ഒരു സിപ്പ് ഫയലാക്കി മാറ്റാം എന്നുള്ളതിന് അവർ
സ്റ്റെപ്പ് ബൈസ് ആയിട്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളത് കറക്റ്റ് രീതിയിലാക്കുക, സിപ്പ് ഫയലാക്കി മാറ്റുക. എന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടി റീചെക്ക് ചെയ്ത് നോക്കണം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്നും കൂടി റീചെക്ക് ചെയ്ത് നോക്കുക. നമ്മളെല്ലാം പേര് കൊടുത്തിരിക്കുന്നത് ഇമേജിൻ്റെ കറക്റ്റ് പേരാണോ കൊടുത്തിരിക്കുന്നത്, സൈസ് കറക്റ്റാണോ ഒക്കെ നോക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു സിപ്പ് ഫയൽ എന്ന് പറയുന്നത് 6 MB കൂടാൻ പാടില്ല. ആ കറക്റ്റ് 6 MB തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ ഒരു ഫയൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അവർ അങ്ങനെ നമ്മളത് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് സബ്മിറ്റ് ഫയലാണ്. നമ്മൾ ഇങ്ങനെ വേണം സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഗാലറിയിലേക്ക് പോകും. അവിടുന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഫയൽ സിപ്പ് ഫയൽ ഉണ്ടല്ലോ അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുക, യെസ് ഓർ നോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ നമ്മുടെ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കൺഫർമേഷൻ അയച്ചു തരും. അത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പം 3 വർക്കിംഗ് ഡേയ്സ് എടുക്കും ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർ നമുക്ക് പ്രോജക്റ്റ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പറയാനായിട്ട്. ആ 3 ഡേയ്സ് കഴിഞ്ഞാൽ അതിനുശേഷം 24 ഹവേഴ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പം ഇതൊരു ജെനുവിൻ സൈറ്റാണ്. ഇവിടെ നമ്മുടെ ഉടായ്പോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. അവർ പറഞ്ഞ അതേ ഫോർമാറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. പാരഗ്രാഫ് 2 പാരഗ്രാഫ് മതിയെന്ന് പറഞ്ഞാൽ 2 പാരഗ്രാഫ്, ഇത്ര വേർഡ്സേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്ര വേർഡ്സ് വേണം. ഫുള്ളി ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് വേണമെങ്കിൽ ഫുള്ളി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും, സ്മോൾ ലെറ്റർ വരാൻ പാടില്ല. അങ്ങനെ എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ അയക്കണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, ഇപ്പോൾ ഒരു വേർഡ് ക്യാപിറ്റലായി ഒരു വേർഡ് സ്മോളായി അങ്ങനെ പാടില്ല. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ഒരു തവണ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടാനുള്ള വേറൊരു വർക്ക് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ സബ്മിറ്റ് ചെയ്യുന്നത് തന്നെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ നൗ എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ 3 ഡോട്ട് ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ നൗ എന്ന് വരും. അപ്ലൈ നൗവിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വിത്തൗട്ട് എക്സാം ഫീസ്, വിത്ത് എക്സാം ഫീസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ജസ്റ്റ് വിത്തൗട്ട് എക്സാം എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണേ. താഴോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടോ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് അവർ വെരിഫിക്കേഷൻ അയക്കും. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൂഫ് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് പ്രൂഫ് എടുക്കുന്നുണ്ടോ 2017 തൊട്ട് 2024 വരെയുള്ള പേയ്മെൻറ്റ് പ്രൂഫ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.